ഫൈറ്റിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഹയർ ലെവൽ കിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, ചെസ് ലെവലിന് മേലോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഇങ്ങനെയുള്ള കുറച്ചേറെ നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പഞ്ച് ചെയ്യുന്നു, ആ പഞ്ചിനകത്ത് കുറച്ചേറെ രഹസ്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാതെ നമ്മളത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ഗുണമേ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. ഒരു പഞ്ചൊക്കെ നന്നായി വരണമെങ്കിൽ ഞാൻ പറഞ്ഞൊരു 3 ഇയറെങ്കിലും മിനിമം പ്രാക്ടീസ് ചെയ്യണം. കിക്കൊക്കെ റെഡിയായി വരണമെങ്കിൽ ഒരു 7 ഇയറെങ്കിലും മിനിമം പ്രാക്ടീസ് ചെയ്താലേ കിക്കൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ട്രെയിനിങ് നമുക്ക് കിട്ടിയാലാണ് നമുക്കതുകൊണ്ട് ഗുണം. അപ്പോൾ അത്ര ഒരു കിക്കും പഞ്ചും ഒക്കെ ചെയ്ത് വരുമ്പോൾ എത്ര വർഷം എടുക്കും നിങ്ങൾ ആലോചിക്കുക. അതിനകത്ത് നമ്മൾ ഈ ഷോർട്ട് ടൈം കോഴ്സുകൾ ചെയ്താൽ എത്രമാത്രം പെർഫെക്റ്റ് ആവുമെന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അതുകൊണ്ട് ഒരു ലോങ് ടൈം കോഴ്സ് ആയിരിക്കും എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രയോഗ സാധ്യതകൾ, പ്രയോജനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാതിരിക്കണം. പിന്നെ നമ്മളിവിടെ പഠിപ്പിക്കാത്ത ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ഒബ്സ്റ്റക്കിളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനകത്തുനിന്ന് രക്ഷപ്പെടുമ്പോൾ അടുത്ത് എന്ത് വരുമെന്നുള്ളതല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കളരികളിലൊക്കെ ഫൈറ്റ് നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടാവും. ഒരാളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയത്ത് ഒരാൾ ഫൈറ്റുന്ന മുമ്പോട്ട് കയറുമ്പോൾ മറ്റേ ആളൊന്ന് ചുറ്റി നമ്മളെ പിടിക്കുന്നു, ഒരു ബിയർ ഹഗ് ചെയ്യുന്നു. എന്ത് ചെയ്യണം അതിനകത്ത് വിശദമായിട്ടുണ്ടാവില്ല. ഇനി അതല്ലെങ്കിൽ നേരെ കാലിൽ പിടിക്കുന്നു, അവിടെ എന്ത് ചെയ്യണം നമുക്കുണ്ടാവില്ല. ഇതിനെയാണ് ഞാൻ ഈ ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പബ്ലിക് ആയിട്ടുള്ള അഴി വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത്. കളരിലൊക്കെ പോയി പ്രാക്ടീസ് ചെയ്യുന്ന പോലെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അടികൊള്ളാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അതിനകത്ത് ചെയ്യാത്തത് കൊണ്ടാണ്. അങ്ങനെ ചെയ്ത് കൂടെ മുമ്പോട്ട് ഇപ്പോൾ പെട്ടെന്ന് മുന്നോട്ട് കയറുമ്പോൾ ഒരാളെ പിടിച്ചാൽ എന്ത് ചെയ്യണം, ഇനി അതിലെ കാല് വലിച്ച് താഴെയിട്ട എന്ത് ചെയ്യണം, കമന്നടിച്ച് വീണ എന്ത് ചെയ്യണം. അപ്പം ഗ്രൗണ്ട് ഫൈറ്റ് എന്ന് പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ കരാത്തയിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പഞ്ച് ഒക്കെ നല്ല ക്ലിയർ ആയിരിക്കും. അപ്പം അതൊരു കളരി പഠിക്കുന്ന ആൾ കരാത്തയുടെ കുറച്ച് നല്ല വശങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പഞ്ചസ് ഒക്കെ കുറച്ചേറെ ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സ്പീഡ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ആക്യുറസി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുങ്ഫു ഒക്കെ കുറച്ച് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോം, സ്റ്റൈൽ, ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ആഡിങ്ങുകൾ വരുമ്പോഴാണ് ഇനിയൊരു ഭാവി കളരിക്ക് ഉണ്ടാവുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആരെയും നമ്മൾ അധിക്ഷേപിക്കാൻ പറയുന്നതല്ല, സ്വതന്ത്രമായ വ്യക്തിപരമായ അഭിപ്രായമാണ്. സ്നേഹബുദ്ധിയെ മനസ്സിലാക്കിയാൽ ഞാൻ ഈ പറയുന്നത് സീരിയസ്നെസ് മനസ്സിലാവും. ലോകത്തിന്റെ മുനമ്പിലേക്ക് കളരിപ്പയറ്റിനെ എത്തിക്കണം, ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പക്കര, പ്രാക്ടിക്കൽ മാർഷ്യൽ ആർട്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു പഞ്ച് ചെയ്യുമ്പോൾ പഞ്ച് പലവിധമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇവിടുന്ന് വന്നിട്ട് ഇവിടെ തിരിയുന്ന പഞ്ചുകളുണ്ട്. ഓക്കെ, ഇവിടുന്ന് വന്ന് നേരെ വന്ന് തിരിയുന്ന പഞ്ചുകളുണ്ട്. നീ ഇവിടുന്ന് വന്ന് നേരെ ഇങ്ങനെ കയറി ഇങ്ങനെ വരുന്ന പഞ്ചുകളുണ്ട്. നീ ഇവിടുന്ന് വന്നിട്ട് ചെരിഞ്ഞ് ചെയ്യുന്ന ചില പഞ്ചുകളുണ്ട്. നീ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന പഞ്ചുകളുണ്ട്, ഇങ്ങനെ ചെയ്യുന്ന പഞ്ചുകളുണ്ട്. ഇതൊക്കെ പല വിധത്തിലുള്ള ഉപയോഗത്തിലാണ്. ഇനി അതിലുപരി നമ്മളൊരു പഞ്ച് ചെയ്തതിന് ശേഷം കൈ പുറകോട്ട് വലിക്കില്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ്. കൈ മുന്നോട്ട് നമ്മൾ പഞ്ച് ചെയ്തതിന് ശേഷം പുറകോട്ട് വലിക്കുന്നത് ഇതൊരു അറ്റാക്ക് തന്നെയാണ്. അല്ലാതെ നമ്മളിത് പുറകോട്ട് വലിക്കുകയല്ല ചെയ്യണത്. അത് കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ചില ഗുണങ്ങൾ നമുക്കുണ്ടാവും. അതെന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മളൊരു സെൻറ്റർ പഞ്ച് ചെയ്യുന്നത് കൂട്ടിക്ക് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് പഞ്ച് വരുന്നത്. പഞ്ച് ഇവിടുന്ന് വരാം. എന്നാലും നമ്മൾ വെറുതെ നിൽക്കില്ലേ, ഈ നിൽക്കുന്നിടത്തുനിന്ന് പഞ്ച് വരാൻ പഠിക്കണം. അതായത് ചെറിയൊരു സ്ലൈറ്റ് മൂവ്മെന്റേ ഉള്ളൂ. നോക്കിയേ, കാലിങ്ങനെ വെക്കുന്നു, നമ്മൾ മെല്ലൊരു ടിഷ്യൂ ഉണ്ടോ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ പഞ്ച് വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് പഞ്ച് വരുന്നത് കൂട്ടിക്കേ, ഈ പഞ്ച് വരുമ്പോൾ സെൻട്രൽ പഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളതിന് മിഡിലാണ്. ഓക്കെ, ഇങ്ങനെയുള്ളതിന് മിഡിലാണ്. അപ്പോൾ നമ്മൾ ത്രിശങ്ക് പുഷ്പം എന്ന് പറഞ്ഞ മർമ്മത്തിലേക്കാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ അറ്റാക്ക് പൊതുവിൽ കൊള്ളാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ ഭാഗം ഉയർന്നതായതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് എത്തില്ല. വളരെ ക്ലോസ് ആയിട്ട് നോക്കിയാൽ മനസ്സിലാവും. നോക്കി, ഇവിടെ വരെ എത്തില്ലാണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, കണ്ടോ? ഓക്കെ, ഗ്യാപ്പ് ഉണ്ട്. അതേസമയം ഇതേ പഞ്ച് നമ്മൾ തിരിച്ചാ ചെയ്യുന്നെങ്കിൽ, നോക്കി, തിരിച്ചു ചെയ്യുന്നെങ്കിൽ കൈ ഇവിടെ നൂർന്നിരിക്കണം. ഇത് കൃത്യമായിട്ട് എത്തും, കണ്ടോ? ആൾക്കിട്ട് എത്തും, ഉണ്ടോ? മൊത്തത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്ന നോക്കുക. ക്ലിയർ? അപ്പോൾ ഇവിടെ ചെയ്യുന്ന പഞ്ച് എങ്ങനെ ചെയ്യുന്ന നമുക്ക് ലാഭം? ഇങ്ങനെയല്ല, തിരിച്ചിങ്ങനെ ചെയ്യുന്നതായിരിക്കും ലാഭം. ക്ലിയർ? ഇനി ഇങ്ങനെ നിങ്ങൾക്ക് പഞ്ച് ചെയ്യണമെന്ന് നമ്മുടെ ഇവിടെ തൊട്ട് താഴെ ഭാഗത്ത്, കണ്ടോ? ഇവിടെ നമുക്ക് ചെയ്താൽ അത് ഏൽപ്പിക്കാം. ഓക്കെ, ക്ലിയർ ആയിട്ട് ആൾ പോയി, കണ്ടോ പുറകോട്ട്? അപ്പോൾ അങ്ങനെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റും. ഇനി ഈ ഭാഗത്താണ് പഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ നമുക്ക് പഞ്ച് ചെയ്യുന്നത് വളരെ കറക്റ്റ് ആയിരിക്കില്ല. അവിടെ നമ്മൾ ഇങ്ങനെ ആയിരിക്കും പഞ്ച് ചെയ്യുന്നത്, നേരെ ഇങ്ങനെ പഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഇങ്ങനെ പഞ്ച് ചെയ്യാം. ഇതേ പഞ്ച് എവിടെയൊക്കെ ചെയ്യാം, നമുക്ക് ഇവിടെ ചെയ്യാം, കണ്ടോ? ഓക്കെ, നേരെ നമുക്ക് ഇവിടെ കൊടുത്താൽ ആൾ മറിയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പഞ്ചിന്റെ എല്ലാ വശങ്ങളും നമ്മൾ എവിടെ ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് കൈ വന്നാൽ ഇവിടെ ഇത് വരികയും ഇവിടെ നമുക്ക് ഇത് ഇങ്ങോട്ട് വരികയും ഇത് ഇവിടെ ഇങ്ങനെ വരികയും ഇത് ഇങ്ങനെ വരികയൊക്കെ ചെയ്താൽ മാത്രമാണ് ഈ വളരെ ഇഫക്റ്റീവായിട്ട് ഇത് ചെയ്യാൻ കഴിയുന്നത്. കൃത്യമായി മനസ്സിലായോ? ഇനി മുന്നോട്ട് പഞ്ച് പോയിട്ട് പുറകോട്ട് വരുമ്പോൾ എന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫ്രണ്ടിൽ ഒരു പഞ്ച് ചെയ്തിട്ട് നമ്മൾ പുറകിലേക്ക് കൈ വലിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിച്ചു തരാം. ഓക്കെ,
ഞാനിപ്പോൾ ഇവിടെ ഒരു പഞ്ച് ചെയ്യുന്നുണ്ടോ, പുറകെ നാള് കയറി വരുന്നുണ്ടോ? ക്ലിയർ? ഇതാണ് ഈ പുറകോട്ട് എടുക്കുന്നതിന്റെ രഹസ്യം. ഇപ്പൊ നമ്മൾ പുറകിൽ ആളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അവിടെ ഉണ്ട്. ഇനി അവിടെ നോക്കിയേ, നമ്മളിപ്പോ ഇവിടെ വന്നു, ഓക്കെ, പുറകിൽ നാള് പിടിക്കാൻ വന്ന് നമ്മൾ ഇവിടെ ഒരെണ്ണം ചെയ്ത് കണ്ടോ. അപ്പൊ നമുക്ക് അത്യാവശ്യം ആളിങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായി? ക്യാച്ച് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇവിടെ വരുന്ന സമയത്തുണ്ട് ഇങ്ങനെ പിടിക്കുക, ഈ കൈ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആൾ അകന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്, ഇവിടെ നേരെ കിക്ക് വരുന്നുണ്ട്. ക്ലിയർ? അങ്ങനെയാണ് കിക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഒന്നുകൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പഞ്ച് ചെയ്തു പുറകിലോട്ട് ഒരു ഉണ്ട്, ഇതാണ് അതിനകത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ പഞ്ച് എവിടെ ചെയ്യണം, ആളെങ്ങനെ മുന്നോട്ട് നീങ്ങണം, അതുപോലെ പഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ചേറെ കാര്യങ്ങളുണ്ട്. പഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് പഞ്ച് നിർത്തുവാണ് സാധാരണ ചെയ്യുന്നത്. അങ്ങനല്ല, പഞ്ച് ചെയ്തതിന് ശേഷം ഈ ഭാഗം ഉൾപ്പെടെ നമ്മൾ മുന്നോട്ട് കയറണം, എന്നാലേ ഇഫക്റ്റീവ് ആയുള്ള പഞ്ച് വരുള്ളൂ. മീൻസ് നമ്മൾ കുറച്ചുകൂടെ അടുത്ത് നിൽക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്നല്ല പഞ്ച് ചെയ്യേണ്ടത്, കുറച്ചുകൂടെ അടുത്ത് നിൽക്കുക. അതായത് ഈ കൈ, നമ്മൾ എടുക്കുന്ന കൈ ഇവിടെ വരെയെങ്കിലും മിനിമം വരണം, അത് കണക്കാക്കി വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പുഷൂടെ ചെയ്യണുണ്ട്, ഇവിടെ പുഷ് ചെയ്യണം. ആ പുഷിലാണ് പഞ്ചിന്റെ മാക്സിമം പവർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് ഇവിടെ നല്ല വരണത് കാലിൽ നിന്ന് വരേണ്ട കാര്യമാണ്. അതൊക്കെ നമുക്ക് മെല്ലെ അടുത്ത വീഡിയോകളിലായിട്ടൊക്കെ ചെയ്യാം. അപ്പൊ ഇതൊന്ന് ഞാൻ ചെയ്ത് കാണിക്കാം. ഒരാൾ നമ്മളെ അടിക്കുമ്പോൾ പഞ്ച് ചെയ്യുന്നു, ഞാൻ കയറി ചെയ്യുന്നു, പുറകിൽ നിന്ന് പിടിക്കാൻ വരുന്നു. അപ്പൊ എന്താ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പൊ അവിടെ നിന്ന് അടിക്കുന്നു, പുറകിൽ. ഇതാണ് നമ്മൾ ശരിയായ രീതിയിൽ ചെയ്യുന്നത്. അപ്പൊ അതിൽ കിക്ക്, ഓക്കെ, അതൊക്കെ നമ്മൾ വരുന്നുണ്ട്. ആ പവർഫുൾ ആയിട്ട് ചെയ്യണം. പഞ്ച് കയറി വരുന്ന മെത്തേഡുകൾ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു സ്ട്രീറ്റ് ഫൈറ്റ് ജന്മമെടുക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കിക്ക് വരുമ്പോൾ ഈ ഒരു ലെവൽ, ചെസ് ലെവലിന് അപ്പുറത്തേക്ക് കിക്ക് ചെയ്യരുതെന്നുള്ളത്. അതിന്റെ കാര്യം ഞാൻ കാണിച്ചിട്ട് എന്താണെന്നറിയോ, ഇപ്പൊ ഗ്രൂപ്പായിട്ടുള്ള ഫൈറ്റ് വരുമ്പോൾ ആൾക്കാർ അടുത്തായിരിക്കും നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും കാൽ അത്രയും വൈഡായിട്ടൊന്നും പൊക്കാൻ പറ്റത്തില്ല. ഇനി പൊക്കിയാൽ തന്നെ ആളൊരല്പം മുന്നോട്ട് കയറി നമ്മൾ താഴെ വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. ഒന്ന് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. റിയൽ സ്ട്രീറ്റ് ഫൈറ്റിൽ ഇപ്പൊ നമ്മൾ കണ്ടതാണ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ. അതായത് നമുക്ക് കാല് പൊക്കാൻ ഒരു സ്പേസ് ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ ഒരു ഉത്സവ പറമ്പിൽ അല്ലെങ്കിൽ ഒരു പള്ളിപ്പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അടി ഉണ്ടാവും, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതിനകത്ത് ആൾക്കാർ ഓടുന്നുണ്ടാവും, അടി വരുന്ന സമയത്ത് ഓടുകയും ചെയ്യും, തൊട്ടടുത്ത് നിന്നായിരിക്കും അറ്റാക്കൊക്കെ. അപ്പൊ ആ സമയത്ത് നമ്മൾ മുട്ട് പൊക്കാനുള്ള സംവിധാനമേ മാക്സിമം കിട്ടുള്ളൂ. കാല് പൊക്കി ചെയ്യാനും പറ്റില്ല. കാല് പൊക്കിയാൽ പുറകിൽ നിന്ന് ആൾക്കാർ ഉന്തുമല്ലേ, അപ്പൊ നേരെ താഴെ വീണ് ഇപ്പൊ സംഭവിക്കാനുള്ള സാധ്യതയാണ്. അപ്പൊ ഗ്രൂപ്പ് ഫൈറ്റിങ്ങിൽ ഇങ്ങനെയുള്ള കുറച്ചേറെ ട്രിക്കുകളും കൂടെ കളരിൽ ആഡ് ചെയ്തപ്പെട്ടാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.